കോഴിക്കോട്. പാലക്കാട് ലക്കിടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കടമ്പഴിപ്പുറം സ്വദേശി ശിവദാസൻ. സുഹൃത്ത് വിഷ്ണു ഗുരുതരാവസ്ഥയിൽ. തൃശൂർ മരത്താക്കര പുഴമ്പള്ളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട ലോറി 7 പെട്ടി ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റത് വടക്കാഞ്ചേരി സ്വദേശി ഷാഹുലിന്. രക്ഷപ്പെടാൻ ശ്രമിച്ച ലോറി ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി. തൃശൂർ കുന്നംകുളത്ത് പെൺവാണിഭം നടത്തിയ 4 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് അബു സലീദ്, വിഷ്ണു, റിയാസ് മുഹമ്മദ്, മനീഷ് എന്നിവർ. പെൺവാണിഭം നടന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മസാജിംഗ് സെന്ററിന്റെ മറവിൽ. കണ്ണൂരിലെ പുതിയ കോടതി സമുച്ചയത്തിന് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. 4 നിലകളുള്ള സമുച്ചയത്തിന്റെ നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് കണ്ണൂർ കുടുംബ കോടതി ജഡ്ജി RL ബൈജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ കേരള വിഷൻ കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി TMC ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ചടങ്ങ് COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് C പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. കോട്ടയം തലപ്പുലത്ത് ആഗോള സീനിയർ സിറ്റിസൺസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി നിറവ് 2024 എന്ന പേരിൽ വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ സംഘടിപ്പിച്ചത് തലപ്പുലം സർവീസ് സഹകരണ ബാങ്കിന്റെയും ടൂറിസം പ്രൊമോഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ. പരിപാടി മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ശക്തമായ കാറ്റിൽ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ രുദ്രാക്ഷമരം കടപുഴകി. 40 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ് കടപുഴകിയത്. അപകടത്തിൽ ബലിക്കൽപുര ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. വാഴപ്പള്ളിയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കോലാപ്പറമ്പിൽ മണിയപ്പൻ അമ്പാച്ചന്റെ വീടാണ് തകർന്നത്. അപകടത്തിൽ കുടുംബത്തിന് പരിക്കേറ്റു. കോട്ടയം വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം. ഒഴിപ്പിക്കലിനെ CPI നേതാക്കളും കച്ചവടക്കാരും തടഞ്ഞു. പോലീസ് എത്തി CPI നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി വൈക്കം MLA CK ആശയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം നടത്തി. തൃശൂർ വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ NCC കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഹൈക്കോടതി